വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് നമുക്ക് കേരളത്തിലെ കുറച്ച് പദ്ധതികളെ കുറിച്ച് പഠിക്കാം. ഇപ്പൊ LGS ആയിക്കോട്ടെ, അല്ലെങ്കിൽ 10th പ്രിലിംസ് ആയിക്കോട്ടെ, ഏത് പരീക്ഷകളാണെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കേണ്ട ഒരു ഭാഗമാണ് പദ്ധതികൾ എന്ന് പറയുന്നത്. 2ഉം 3ഉം പദ്ധതികള് ഒരേ സമയം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പോൾ കാണാറുണ്ട്. അപ്പൊ PSCയുടെ ട്രെൻഡ് അനുസരിച്ച് പദ്ധതികൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അപ്പൊ പദ്ധതികൾ നോക്കാട്ടോ ഓരോന്ന്. ഗാർഹിക ഉപഭോക്താക്കൾക്ക് സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനായി അനർട്ടിന്റെ സഹായത്തോടെ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് സൗര തേജസ്. ഗുണ്ടാ പ്രവർത്തനം, മയക്കുമരുന്ന്, മണൽ കടത്ത്, മറ്റ് കള്ളക്കടത്തുകൾ എന്നിവ തടയുന്നതിനായി കേരള പോലീസിന്റെ പദ്ധതിയാണ് ഓപ്പറേഷൻ കാവൽ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ്, അത് നടപ്പിലാക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പാണ്. പദ്ധതിയുടെ പേര് പടവുകൾ എന്നാണ്. വിദ്യാർത്ഥികളില് ശുചിത്വ സംസ്കാരം രൂപപ്പെടുത്തുന്നതിനും മാലിന്യ സംസ്കരണ അവബോധം സൃഷ്ടിക്കുന്നതിനുമായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കളക്ടേഴ്സ് അറ്റ് സ്കൂൾ. വ്യാജ ടാക്സികൾ പിടികൂടുന്നതിനായി കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ പദ്ധതിയാണ് ഓപ്പറേഷൻ ഹലോ ടാക്സി. നഗരങ്ങളിൽ ഖര മാലിന്യ സംസ്കരണം നടപ്പിലാക്കാൻ ലോകബാങ്ക്, ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് എന്നിവയുടെ സഹകരണത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പദ്ധതി. വിനോദസഞ്ചാരികൾക്ക് കാരവാൻ പാർക്കുകളിലൂടെ നാട്ടിൻപുറങ്ങളിലുള്ള സൗന്ദര്യം ആസ്വദിക്കാനായി കേരള ടൂറിസം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കാരവാൻ ടൂറിസം. കേരളത്തിലെ ആദ്യ കാരവാൻ പാർക്ക് വാഗമണിലാണ്. 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ ഭാഷാപരമായ ശേഷികൾ വികസിപ്പിക്കാനായി വിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സമഗ്ര ശിക്ഷ കേരള നടത്തുന്ന പദ്ധതിയുടെ പേരാണ് വായന ചങ്ങാത്തം. വാഹനങ്ങളിലെ അമിത ലൈറ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കേരള മോട്ടോർ വാഹന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ ഫോക്കസ്. സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങൾക്കും ഇന്റർനെറ്റ് സേവനം എത്തിക്കുന്ന കേരള ഗവൺമെന്റ് പദ്ധതിയാണ് K4, കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്. ഇത് KSEB, കേരള സ്റ്റേറ്റ് IT ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്നിവരുടെ തുല്യ പങ്കാളിത്തത്തോടെ ആരംഭിച്ച പദ്ധതിയാണ്. സ്ത്രീകൾ നേരിടുന്ന സാമൂഹിക വിലക്കുകൾ പൊളിച്ചെഴുതുന്നതിനായി ആരംഭിച്ച പ്രചാരണ പരിപാടിയുടെ പേരാണ് ഇനി വേണ്ട വിട്ടുവീഴ്ച. ഇത് വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. സ്ത്രീകളുടെ വസ്ത്രധാരണം, പെരുമാറ്റം, ചിന്തകൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകൾ തിരുത്തുകയാണ് ഇനി വേണ്ട വിട്ടുവീഴ്ച എന്ന പദ്ധതിയുടെ ലക്ഷ്യം. സൈബർ ലോകത്ത് കുട്ടികളെ സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി യൂണിസെഫിന്റെ സഹകരണത്തോടെ കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ഡിജിറ്റൽ സേഫ് അഥവാ DSafe. മുട്ടയുൽപാദനത്തിൽ സ്വയം പര്യാപ്തത നേടുന്നതിനായി സംസ്ഥാന പൗൾട്രി വികസന കോർപ്പറേഷന്റെ പദ്ധതിയാണ് കോഴിയും മുട്ടയും. ജലലഭ്യതയും ഉപയോഗവും അറിയുക എന്ന ലക്ഷ്യത്തോടെ വരുന്ന നവകേരള മിഷൻ പദ്ധതിയാണ് ജല ബഡ്ജറ്റ്. എന്താണ്? ജലലഭ്യതയും ഉപയോഗവും അറിയുക എന്ന ലക്ഷ്യത്തോടെ നവകേരള മിഷൻ ആരംഭിക്കുന്ന പദ്ധതിയാണ് ജല ബഡ്ജറ്റ്. അടുത്തത് കോവിഡ് പ്രതിസന്ധിയിലായ കുടുംബശ്രീ സംരംഭകർക്കും കൃഷി സംഘങ്ങൾക്കുമായി നടത്തുന്ന
ക്യാമ്പയിന്റെ പേരാണ്, കുടുംബശ്രീ നടത്തുന്ന ക്യാമ്പയിൻ ആണ് കരുതൽ ക്യാമ്പയിൻ. പൊതുമരാമത്ത് വകുപ്പിന്റെ പദ്ധതിയെ കുറിച്ച് ജനങ്ങൾക്ക് അറിയാനും സുതാര്യത വരുത്തുന്നതിനുമായി അല്ലെങ്കിൽ സുതാര്യത പരിശോധിക്കുന്നതിനുമായി നിലവിൽ വരുന്ന സംവിധാനത്തിന്റെ പേരാണ് പ്രോജക്റ്റ് മാനേജ്മെന്റ്. ആരായിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാവുക? പൊതുമരാമത്ത് വകുപ്പ് തന്നെ. സൈലൻസറിൽ മാറ്റം വരുത്തി അമിത ശബ്ദമുണ്ടാക്കുന്ന വാഹനങ്ങളെ പിടികൂടുന്നതിന് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ സൈലൻസ്. നല്ല ഇനം തൈകൾ ഉൽപ്പാദിപ്പിച്ചും വനേതര പ്രദേശങ്ങളിൽ വൃക്ഷങ്ങൾ വച്ചുപിടിപ്പിച്ചും അവയുടെ പരിപാലനത്തിനുമായി നടത്തുന്ന തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരാണ് വൃക്ഷ സമൃദ്ധി പദ്ധതി. 10 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ പറ്റി അറിവുണ്ടാക്കുക, ഭരണഘടനാ മൂല്യങ്ങൾ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതിന് ഓരോ വ്യക്തിയെയും സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെ കൊല്ലം ജില്ലയിൽ നടത്തുന്ന ക്യാമ്പയിന്റെ പേരാണ് ദ സിറ്റിസൺ. ഇത് കൊല്ലം ജില്ലാ പഞ്ചായത്തും ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റിയും കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷന്റെയും സഹകരണത്തോടെയാണ് നടത്തുന്നത്. അതായത് ചുരുക്കം പറയുകയാണെങ്കിൽ 10 വയസ്സിനധികം പ്രായമുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഭരണഘടനയുടെ ബേസിക് ആയിട്ടുള്ള നേച്ചർ എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതാണ് ദ സിറ്റിസൺ. നിരാലംബരായ ട്രാൻസ്ജെൻഡേഴ്സിനെ സഹായിക്കാനായി സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് കരുതൽ. കോവിഡ് ബാധിച്ച വിദേശത്തോ സ്വദേശത്തോ വെച്ച് മരണമടഞ്ഞ പ്രവാസി മലയാളികളുടെയും മടങ്ങിയെത്തിയ വിദേശ മലയാളികളുടെയും അവിവാഹിതരായ പെൺമക്കൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന നോർക്കയുടെ പദ്ധതിയാണ് പ്രവാസി തണൽ പദ്ധതി. സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായി ഭൂരഹിതരായവർക്ക് ഭൂമി നൽകുന്ന കേരള സർക്കാർ ക്യാമ്പയിന്റെ പേരാണ് മനസ്സോടിത്തിരി മണ്ണ്. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുന്നതിനായി വിമുക്തി പദ്ധതിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ആര് നടപ്പിലാക്കുന്നു? ലഹരിയാവുമ്പോ എക്സൈസ് വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉണർവ്. റേഷൻ കാർഡിലെ പിശകുകൾ തിരുത്തുന്നതിനും പുതിയ വിവരങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിനുമായി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് തെളിമ. കേരളത്തിലെ വനാശ്രിത സമൂഹത്തിന്റെ വിദ്യാഭ്യാസ സാമൂഹിക വികസനത്തിനായി സംസ്ഥാന വനവികസന ഏജൻസി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കതിർ. സമഗ്ര പാലിയേറ്റീവ് വയോജന പരിചരണത്തിന് സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി അരികെ. കൂടുതൽ പേരെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച ക്യാമ്പയിന്റെ പേരാണ് ഞാനും കൃഷിയിലേക്ക്. വീടും വിദ്യാലയവും സാമൂഹിക ചുറ്റുപാടുകളും ഇണങ്ങുന്ന വിധം മാറ്റുക എന്ന ലക്ഷ്യത്തോടുകൂടെ ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ബാല സൗഹൃദ കേരളം. സ്ത്രീ പുരുഷ സമത്വം എന്ന വിഷയം മുൻനിർത്തി സാംസ്കാരിക വകുപ്പ് ആസൂത്രണം ചെയ്ത സമം എന്ന പദ്ധതിയുമായി കൈകോർത്ത് അവതരിപ്പിക്കുന്ന മലയാള മിഷൻ റേഡിയോ മലയാളം സംപ്രേഷണം ചെയ്യുന്ന പരിപാടിയാണ് ഷീ റേഡിയോ. നീരൊഴുക്ക് തടസ്സപ്പെട്ട് നിർജീവമായ തോടുകളെ പുനരുജ്ജീവിപ്പിക്കാൻ എറണാകുളം ജില്ലാ ഭരണകൂടം ആരംഭിച്ച പരിപാടിയുടെ പേരാണ് ഓപ്പറേഷൻ വാഹിനി. എന്താണ് ഓപ്പറേഷൻ വാഹിനി? അപ്പൊ ഇതിനു മുമ്പും ഞാൻ കേരളത്തിലെ പല പദ്ധതികളുടെ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്.
പ്ലസ് ഇപ്പോ പുതിയ ഇറങ്ങിയിട്ടുള്ള ഈ കുറച്ച് പദ്ധതികളും കൂടെ നിങ്ങൾ പഠിക്കുക. പദ്ധതികൾ എപ്പോഴും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ആ ലിങ്ക്, മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോന്റെ ഒപ്പം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. അപ്പൊ 2 പദ്ധതികളും പഠിക്കുക. നമ്മുടെ ഇപ്പോ ഡിഗ്രി ലെവൽ ആയാലും LGS ആയാലും LDC പോലെയുള്ള അല്ലെങ്കിൽ 10th പ്രിലിംസ് പോലുള്ള ഏത് എക്സാമിനായാലും പദ്ധതികൾ വളരെ പ്രാധാന്യമുള്ളതാണ് കേട്ടോ. അപ്പൊ ഭംഗിയായിട്ട് ക്ലാസ് കാണുക, കണ്ടതിന് ശേഷം പഠിക്കുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ക്ലാസ് ആണെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായി ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.